ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയ്ക്ക് ഒരു സ്വാഗതം. ഇന്ന് നമ്മൾ മാലദ്വീപ്സിലത്തെ സുൽത്താൻ പാർക്കിൽ പോവാ. ഒക്കാരൻ ഓടി വായോ വീഡിയോ കാണാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് എൻജോയ് ദ മാജിക് ഓഫ് സുൽത്താൻ പാർക്ക്. മാൽദീവ്സിലെ മാലെ ഐലൻഡിൻ്റെ സെൻട്രലായിട്ട് സിറ്റിയുടെ നടുക്ക് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന സുൽത്താൻ്റെ കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഒരു പാർക്കാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സുൽത്താൻ പാർക്ക് എന്ന പേര് കിട്ടിയത്. സുൽത്താൻ്റെ കൊട്ടാരം ഇപ്പോൾ ഇവിടെ ഇല്ല. അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അത് ഇവിടുത്തെ ചരിത്ര മ്യൂസിയമായിട്ട് ഈ പാർക്കിനുള്ളിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ പാർക്കിലേക്ക് 2 എൻട്രൻസ് ആണ് ഉള്ളത്. വിക്ടറി മോണുമെന്റിന്റെ അടുത്ത് കൂടെയാണ് മെയിൻ എൻട്രൻസ് ഉള്ളത്. പിന്നെ ഈ പാർക്കിന്റെ പുറകുവശത്ത് കൂടെയാണ് രണ്ടാമത്തെ എൻട്രൻസ് ഉള്ളത്. നമ്മൾ പുറകുവശത്ത് ഉള്ള എൻട്രൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഫിഷ് ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അതിനുശേഷം ഇത് വലിയ വിശാലമായി കിടക്കുന്ന ഒരു ഗാർഡൻ ഏരിയ തന്നെയാണ്. പച്ചപ്പ് കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി റൈഡുകളും, അതേപോലെ മുതിർന്നവർക്ക്, കപ്പിൾസിന്, അതേപോലെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഹണിമൂണിനൊക്കെ വരുന്നവർക്ക് ഒക്കെ ഇരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും, അതേപോലെ മോർണിംഗ് ഈവനിങ് വാക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ പാർക്കിലേക്ക് കയറുമ്പോൾ നമ്മുടെ വലതുവശത്തായിട്ട് ഒരു സ്കൈ വാക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഏറുമാടം പോലെയൊക്കെ വെച്ചിട്ട് അവിടേക്ക് ഒരു സ്കൈ വാക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് സിയാനിപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് എന്തോ മെയിൻ്റനൻസ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. മറ്റൊരു വശം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ പോയി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഈ പാർക്കിൻ്റെ ഏകദേശം ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഈ പാർക്കിൻ്റെ ഏകദേശം ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ പാർക്കിന് വേണ്ടി ഒരു മരങ്ങൾ പോലും മുറിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. മരങ്ങൾ മുറിക്കാതെ പരമാവധി മരങ്ങൾ നട്ടുപിടിപ്പിച്ച്, ചെടികളും മറ്റുമെല്ലാം നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഈ പാർക്കിൻ്റെ നടുക്കായിട്ട് കാണുന്ന ഒത്തിരി കൊത്തുപണികളോട് കൂടിയ ഒരു മരത്തിൻ്റെ മരമാണ് ഈ കാണുന്നത്. ഇത് രാത്രിയും പകലും കാണുമ്പോൾ 2 വ്യത്യസ്ത ലുക്കുകളിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിനോട് ചേർന്ന് തന്നെ 1-2 സ്കൈ ബ്രിഡ്ജുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നേരത്തെ കണ്ടത്. നമ്മൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേ മീനുകളൊക്കെ കിടക്കുന്ന ഒരു പുഴ പോലെ, കുളത്തിൻ്റെ സൈഡിൽ കൂടെ, ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന സൈഡിൽ കൂടെയൊക്കെ ചെറിയ തോട് പോലെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം മീനുകൾ വരും. അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു കിളിക്കൂട് പോലെയുള്ള ഒരു സംഭവം അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഈ പോകുന്ന വഴിയിലും ചുറ്റുമൊക്കെ ഒത്തിരി പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച്, നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിളിക്കൂട് പോലെയുള്ള സ്ഥലം. ഇതിൻ്റെ അകത്ത് ഓരോ കിളികൾ കയറുന്ന പോലെ ഇതിൻ്റെ അകത്തേക്ക് കയറാം. അവിടെ നിന്ന് ഓരോ തട്ടുകളായിട്ട് മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഫുള്ള് നെറ്റ് ഇട്ടിട്ട് ഭയങ്കര സെക്യൂർഡാണ്. അതേപോലെ താഴെ വീണാലും ഒന്നും പറ്റാതിരിക്കാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലും ഒത്തിരി പാർക്കുകളുണ്ട്, പക്ഷെ അവിടെ എങ്ങും ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇത് കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ കയറാനും കളിക്കാനും ഒക്കെ ആയിട്ട്. ഇത് കൂടാതെ മറ്റ് അനേകം ക്ലൈംബിംഗ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ക്ലൈംബ് ചെയ്ത് കയറി മുകളിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ സ്പൈഡർ വെബിൻ്റെ ഷേപ്പിലുള്ള ഒരു ക്ലൈംബിംഗ് ഇതുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഈ പാർക്കിൽ രാവിലെയും അതേപോലെ വൈകുന്നേരവും വന്നിരുന്നു. അതുകൊണ്ടാണ് 2 ടൈമിലും, രാത്രിയും പകലുമുള്ള ലുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ എടുക്കാൻ പറ്റുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നത് ഇതേപോലെയുള്ള ഹാങ്ങിങ് ഊഞ്ഞാലുകളാണ്. ഇതെല്ലാം മൾട്ടി കളേർഡാണ്. രാത്രി വന്നു കഴിയുമ്പോൾ ഇത് ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ
ഓരോ ഊഞ്ഞാലിനും പലതരത്തിലുള്ള കളറുകളാണ് വരുന്നത്. ചിലത് ഒരു ഊഞ്ഞാൽ തന്നെ പല മൾട്ടി കളേഴ്സായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പകൽ വരുമ്പോൾ നമ്മൾ എല്ലാം വെള്ള കളറിലാണ് കിടക്കുന്നത് കണ്ടെങ്കിൽ, രാത്രി വന്നപ്പോൾ എല്ലാം പല കളറിൽ കിടന്ന് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണിത്. ഈ ഊഞ്ഞാലിൻ്റെ സൈഡിൽ കൂടെ ഒരു എന്താ പറയുക ലൈറ്റ് കേവ് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കൊണ്ട് ശരിക്കും മറ പോലെയൊക്കെ ഉണ്ടാക്കി നല്ലൊരു വഴി പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ചെന്ന് ഇറങ്ങുന്നത് മറ്റൊരു പ്ലേ ഗ്രൗണ്ടിലേക്കാണ്. കുട്ടികളുടെ ഒരു പ്ലേ ഗ്രൗണ്ട് തന്നെയാണിത്. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ നമുക്ക് നടക്കാനുള്ള വഴിയിലെല്ലാം ഇവർ സ്ട്രീറ്റ് ലൈറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ മൾട്ടി കളേർഡാണ്. പല കളറുകളിലുള്ള പോസ്റ്റുകളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഓരോ ചെടിയുടെയും മരത്തിൻ്റെയൊക്കെ കീഴിലായിട്ടും ഇവർ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ലൈറ്റുകളും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പാർക്കിനെ ഒത്തിരി മനോഹരമാക്കുന്നുണ്ട്. അതേപോലെ ഈ പാർക്കിൻ്റെ ഒത്ത നടുക്ക് തന്നെ ഒരു റൗണ്ട് ഇതിലായിട്ട് ഒരു സ്കൈ വാക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകൾ കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നടുക്കായിട്ട് കാണാൻ പറ്റുന്നത് ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. ഈ വാട്ടർ ഫൗണ്ടെയിൻ്റെ ചുറ്റുമായിട്ടാണ് ശരിക്കും ഈ സ്കൈ വാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്കൈ വാക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള ബെഞ്ചുകൾ, അതേപോലെ കസേരകൾ, അതേപോലെ അവിടെയും ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ റൗണ്ടിലുള്ള സ്കൈ വാക്കിൻ്റെ താഴത്തു നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സ്കൈ വാക്കിൻ്റെ താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ വാട്ടർ ഫൗണ്ടെയിനും കാര്യങ്ങളുമാണ് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അടുത്തെല്ലാം ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ ഫൗണ്ടെയിൻ രാത്രിയാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ രാത്രിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നന്ന് നല്ല മഴയായിരുന്നു. മഴയായതുകൊണ്ടാണോ അതോ അവിടെ എപ്പോഴാണ് ഓണാക്കുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. വാട്ടർ ഫൗണ്ടെയിൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ നടന്ന് ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ആയിട്ട് കാണുന്നത് ഒരു ചെറിയ ചെടിയുടെ ഒരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കൈകളിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് വൈറ്റ് പെബിൾസ് കൊണ്ട് ഒരു സ്റ്റാർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ വന്ന വഴിയിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. Hope you enjoyed this video. Please like, comment, share and subscribe. Thank you all.